ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. വെളിപാട് 3:2. ജഡത്തിന് ജീവൻ കിട്ടുന്നത് ആത്മാവുള്ളപ്പോഴാണ്. ആത്മാവ് പോകുന്നതാണ് മരണം. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോഴും ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു, അതും മരണമാണ്. ഏറെ നാളത്തെ സമ്പത്തിൻ്റെ ഓഹരി ഉപയോഗിച്ച് ഒരു മനുഷ്യൻ വില കൂടിയ ഒരു ചെരുപ്പ് വാങ്ങി. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചു വരികയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആ ചെരുപ്പുമായി നടക്കുമ്പോൾ കനത്ത പേമാരിയാണ്. ചെരുപ്പ് നനയ്ക്കാൻ വയ്യ, നനച്ചാൽ ആ ചെരുപ്പ് കേടാകും. അതുകൊണ്ട് അദ്ദേഹം ആ ചെരുപ്പ് ഊരിപ്പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങി. കുറേ നേരം നടന്നിട്ടും ഈ പേമാരി ശമിക്കുന്ന ലക്ഷണമില്ല. അയാൾ സമീപത്ത് കണ്ട ഒരു വീടിൻ്റെ കതകിൽ മുട്ടി. ഒരു സ്ത്രീ കതക് തുറന്നു. ആ സ്ത്രീയോട് അയാൾ പറഞ്ഞു, വളരെ വില കൂടിയ ചെരുപ്പാണ്, ഈ ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കണം, മഴ മാറുമ്പോൾ വന്ന് തിരികെ എടുത്തുകൊള്ളാം. ആ സ്ത്രീക്ക് കാര്യം മനസ്സിലായി. ആ ചെരുപ്പ് അവിടെ സൂക്ഷിക്കാൻ അനുവദിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ഒരു മനുഷ്യൻ മരിച്ചു. വളരെയധികം പേരും പ്രശസ്തിയുമുള്ള ഒരാളായിരുന്നു. ധാരാളം ആളുകൾ നാനാദിക്കിൽ നിന്നും അദ്ദേഹത്തെ കാണാനായി ഓടിക്കൂടി. ശവസംസ്കാര കർമ്മം നടക്കുകയാണ്. നീണ്ട നിരയാണ് പള്ളിയിലേക്കുള്ള പ്രയാണത്തിൽ അയാളെ അനുഗമിക്കാനെത്തിയത്. പള്ളിയിലേക്ക് പോകുന്ന വഴി പേമാരി ആരംഭിച്ചു. നിലയ്ക്കാത്ത മഴയായതിനാൽ വികാരിയച്ഛനും കപ്പ്യാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഓടിമറഞ്ഞു. അവസാനം ഈ ശവവും ശവമഞ്ചം വഹിച്ചിരുന്ന ആളുകളും മാത്രം ബാക്കിയായി. മഴ ഏതാനും ദിവസം കൂടി നീണ്ടു നിൽക്കുമെന്നറിഞ്ഞു. ശവം വഹിച്ചവർ ചുറ്റും നോക്കി. ആ പരിസരത്ത് ഒരു വീട് കണ്ടു. അവർ ആ വീടിൻ്റെ വാതിൽക്കൽ പോയി മുട്ടി. ഒരു സ്ത്രീ വാതിൽ തുറന്നു. ആ സ്ത്രീയോട് പറഞ്ഞു, സഹോദരി, ഈ ശവം ഒന്ന് സൂക്ഷിക്കാമോ? 2 ദിവസം കഴിഞ്ഞ് മഴ മാറിക്കഴിയുമ്പോൾ തിരികെ എടുത്തുകൊള്ളാം. അവരുടെ അപേക്ഷ കേട്ട് പകച്ചു നിന്ന ആ സ്ത്രീ വാതിൽ കൊട്ടിയടച്ചിട്ട് ഓടിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ഓർക്കുക, ആത്മാവില്ലാത്ത ശരീരത്തിന് ഒരു ചെരുപ്പിൻ്റെ വില പോലുമില്ല. യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പഴയ നിയമത്തിലെ സാംസനെ ഓർക്കുക. ആത്മാവ് നിറഞ്ഞ ആ മനുഷ്യൻ ഫിലിസ്ത്യരെ തോൽപ്പിക്കുമെന്നായപ്പോൾ ദലീല എന്ന യുവതിയെ പ്രണയിനിയായി അഭിനയിക്കാൻ സാംസന്റെ അടുത്തേക്ക് വിടുകയാണ്. അവൾ സാംസനോട് പറഞ്ഞു, നിന്റെ ഹൃദയം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാനാകും? ന്യായാധിപന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം. അവളുടെ വാക്കുകളിൽ അവൻ കുടുങ്ങി, ഹൃദയം വെച്ച് മാറി, ഒപ്പം ശരീരവും. തുടർന്നുള്ള വചനഭാഗത്ത് ഇങ്ങനെ എഴുതി വയ്ക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ പോലും അറിഞ്ഞില്ല. സാംസൺ പിറ്റേ ദിവസവും ഒന്നും സംഭവിക്കാത്ത പോലെ ശത്രു സൈന്യത്തെ നേരിടാൻ കളത്തിലേക്ക് ഇറങ്ങുന്നു. ആത്മശക്തി ചോർന്നുപോയ അവനെ ഫിലിസ്ത്യർ എളുപ്പത്തിൽ കീഴടക്കുന്നു. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവ് നഷ്ടമായ ഒരുവൻ പിന്നെ വെറും അഭ്യാസിയാണ്. ഒരു മായാജാലക്കാരൻ്റെ പോലെ, അല്ലെങ്കിൽ ഒരു വിദൂഷകൻ്റെ പോലെ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് അഭിനയിക്കാനായിട്ട് സാധിക്കും. മരം നിറയെ പച്ചപ്പുള്ള ഇലകളെ പോലെ നിൽക്കുന്ന അത്തിവൃക്ഷത്തെ പോലെ. ആത്മാവ് നഷ്ടപ്പെട്ടു പോയവൻ വെറും അഭ്യാസിയാണ്. അത് പുരോഹിതനായാലും വചനപ്രഘോഷകനായാലും അൽമായനായാലും മേലധികാരികളായാലും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ എന്ന് ആഴത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.